ഇന്ന് എനിക്കേറെ വിശേഷപ്പെട്ട ദിവസമായതുകൊണ്ട് അമ്പലത്തിൽ പോകാമെന്നോർത്തു. ഇന്ന് എൻ്റെ ജന്മനക്ഷത്രമാണ്. അപ്പം അടുത്തുള്ള അമ്പലത്തിലൊന്ന് പോകാമെന്നോർത്ത് രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ അന്നേരം മഴയായിരുന്നു. അപ്പോൾ ഒരു മാല കൊടുക്കാം ദേവിക്കെന്ന് ഓർത്തപ്പം ചേച്ചി പറഞ്ഞു, മാലയില്ല മോളെ, ഞാനിപ്പം കെട്ടിത്തരാമെന്ന് പറഞ്ഞ് ഞാനും ചേച്ചിയും കൂടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ചേച്ചി മാലയൊക്കെ കെട്ടി എനിക്ക് തന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എൻ്റെ ജന്മനക്ഷത്രമാണെന്ന്. നമ്മൾ വീട്ടിലായിരുന്ന സമയത്തൊക്കെ നാളിൻ്റെ അന്നാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നതും എന്തെങ്കിലും പായസം എന്തെങ്കിലുമൊക്കെ വെക്കുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഡേറ്റിൻ്റെ അന്ന് കേക്കൊക്കെ കട്ട് ചെയ്യും. അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ മുന്നേ കഴിഞ്ഞായിരുന്നു. അപ്പം അമ്പലത്തിൽ പോയി, മക്കളൊക്കെ സ്കൂളിൽ പോയായിരുന്നു. അതുകൊണ്ട് ഞാൻ തനിച്ചേ ഉള്ളൂ വന്നത്. നല്ലതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച് ഇറങ്ങി. പിന്നെ എൻ്റെ ദേവന് വേണ്ടിയിട്ട് ഒരു ജലധാരയും കൂടെ കഴിച്ചു. എൻ്റെ ഇഷ്ട ഭഗവാനാണ് മഹാദേവൻ. അപ്പം ഞാനൊരു ജലധാരയും കൂടെ കഴിച്ചു. ഏതായാലും പിറന്നാളല്ലേ, നല്ലതല്ലേ കഴിക്കുന്നത്. പിന്നെ എനിക്ക് അവിടെ നിന്ന് നമ്മുടെ പന്തിരുന്നാഴിയുടെ അട കൂടെ കിട്ടിയായിരുന്നു കേട്ടോ. അതുകൂടെ വാങ്ങിച്ച് പിന്നെ ഞാൻ എൻ്റെ വണ്ടിക്ക് എനിക്ക് അമ്പലത്തിൽ നിന്ന് തൊഴുത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏത് വാഹനത്തിലാണോ പോയത് ആ വാഹനത്തിന് ചന്ദനം തൊട്ട് കൊടുക്കുന്ന ഒരു പതിവുണ്ട് കേട്ടോ എനിക്ക്. അപ്പം ഞാൻ എൻ്റെ വാഹനത്തിന് ചന്ദനവും തൊട്ട് കൊടുത്ത് ഇച്ചിരി നേരം കൂടെ, എന്തായാലും വീട്ടിൽ പോയാലും ആരും ഇല്ലല്ലോ, അപ്പം കുറച്ച് നേരം ഇരുന്ന് ഇച്ചിരി നേരമൊക്കെ അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെയാണ് ഞാൻ തിരിച്ച് വന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ചേട്ടാ ബൈ.